KSTA കായംകുളം സബ് ജില്ലാ അക്കാദമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് ജില്ലയിലെ അധ്യാപകർക്കായി MD അനുസ്മരണ രചനാ മത്സരം സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ അധ്യാപകർ വ്യത്യസ്തങ്ങളായ രചനകളിലൂടെ MD അനുസ്മരിച്ചത് ശ്രദ്ധേയമായി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം സബ് ജില്ലാ അക്കാദമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് ജില്ലയിലെ അധ്യാപകർക്കായി MT അനുസ്മരണ രചനാ മത്സരം സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ അധ്യാപകർ വ്യത്യസ്തമായ രചനകളിലൂടെ MTയെ അനുസ്മരിച്ചത് ശ്രദ്ധേയമായി. 96-ലെ ജന്തുശാസ്ത്ര ബിരുദ പഠനകാലത്ത് മലയാള വിഭാഗത്തിൽ MT സാറിൻ്റെ നോവലറ്റും ഞങ്ങളെ കാത്തിരുന്നു. കഥകൾ കല്ലുവെച്ച നുണകളാണെന്ന് MT സാർ സംഭാഷണത്തിൽ എവിടെയോ പറഞ്ഞത് ഹരികുമാർ സാർ ഓർമ്മിപ്പിച്ചത് തനിക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ലേഖകൻ പറഞ്ഞതുപോലെ 18-നും 22-നും ഇടയ്ക്ക് കൗമാരത്തിൻ്റെ അംശങ്ങൾ പലതും ബാക്കി നിൽക്കുന്ന പ്രായത്തിൽ കാത്തിരിപ്പിൻ്റെ കഥയായി മഞ്ഞു വന്നപ്പോൾ ഉൾക്കൊള്ളാൻ ഏറെ പണിപ്പെട്ടു. കാരണം കാത്തിരിക്കാൻ കാലം അതുവരെ ആരെയും തനിക്കായി കാത്തുവെച്ചിട്ടില്ലായിരുന്നു. കാലം ഇനിയുമുണ്ടല്ലോ, കാത്തിരിപ്പിൻ്റെ സുഖമേറിയ തരിപ്പേകാൻ ആരെങ്കിലും വരും എന്ന പ്രതീക്ഷയോടെ ക്ലാസുകൾ 2ാം വർഷത്തിൻ്റെ വർഷകാലത്തിലെത്തിയപ്പോൾ പ്രീ ഡിഗ്രി ബാച്ചിൽ ഒരു കോളേജ് ബ്യൂട്ടി വർണ്ണക്കുടയുമായി അവതരിച്ചു. ഓർമ്മകളുടെ ഉത്ഭവം MT. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ എവിടെയോ വെച്ച് കിട്ടിയ 2 അക്ഷരമായാണ് MT ആദ്യമായി ഉള്ളിലെത്തുന്നത്. അച്ഛൻ്റെ കുടുംബ വീട്ടിൽ താമസിച്ചിരുന്ന കുട്ടിക്കാല നാളുകൾ. വെറുതെ അങ്ങ് പറന്നു നടന്നിരുന്ന ആ കാലത്ത് പത്തായത്തിൻ്റെ പുറത്ത് തുറന്ന് കമഴ്ത്തി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ കണ്ണുപതിച്ചു. മുതിർന്നവർ ആരോ കൊണ്ടുവച്ചതാണ്. അന്ന് ആശാട്ടിയുടെ എഴുത്തുപുരയിൽ അക്ഷരം ചൊല്ലിയും തല്ലിയും പഠിച്ചതിൻ്റെ കനത്തിൽ കൗതുകത്തോടെ ആയാസരഹിതമായി 4 കെട്ട് എന്ന് അർത്ഥമറിയാത്ത വായന. കൂടെ MT എന്ന 2 അക്ഷരവും. ഇരുട്ടു നിറഞ്ഞ ആ പത്തായപ്പുരയെക്കുറിച്ചാകണം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന നിഷ്കളങ്കമായ ചിന്തയാണ് അന്നുണ്ടായിരുന്നത്. ഓടുഭാഗ്യ മേൽക്കൂരയിൽ പതിപ്പിച്ച ചില്ല് ഗ്ലാസ്സിലൂടെ അരിച്ചെത്തിയ ചതുര വെളിച്ചത്തിൽ വായിച്ച ആ പുറംചട്ടയിൽ നിന്നാണ് പുസ്തകങ്ങളെയും MTയെയും കുറിച്ചുള്ള ഓർമ്മകൾക്ക് മുള പൊട്ടുന്നത്. പിന്നെയും എത്രയോ കാലം കഴിഞ്ഞ പുറംചട്ടയ്ക്കകത്ത് നിന്ന് അപ്പുണ്ണി പുറത്തേക്ക് ഇറങ്ങി വന്ന് മനസ്സ് കീഴടക്കിയത്. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും MT അനുസ്മരണവും കായംകുളം BRC ഹാളിൽ നടന്നു. സബ് ജില്ലാ പ്രസിഡന്റ് ധന്യ S. വേണുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ പ്രസിഡന്റ് C. ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ആരെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സർഗാത്മക വൈഭവത്തെ ഒരുപാട് പ്രസരിപ്പിക്കുവാൻ ശേഷിയുള്ള രചനാ ശൈലിയുടെ ഉടമയായിരുന്നു MT വാസുദേവൻ. തീർത്തും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ചില കഥകൾ നമുക്കറിയാം. ഒരു ഉദാഹരണം പറഞ്ഞു. വടക്കൻ വീരഗാഥ എന്നൊരു സിനിമ. ഈ വടക്കൻ വീരഗാഥയെ ഞാൻ താരതമ്യപ്പെടുത്താൻ പോകുന്നത് വയലാറിന്റെ രാവണപുത്രിയുമായിരുന്നു. ഈ കവിത വായിക്കുമ്പോഴും ഈ കഥ സിനിമ കാണുമ്പോഴും അതിനു മുമ്പ് ഈ ഇതിഹാസങ്ങളിലൂടെ പോകുമ്പോഴും നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഇതിഹാസ നായകന്മാരൊക്കെ തന്നെ അവരെ അടിമുടി മാറ്റിയെടുത്തുകൊണ്ട് കൃത്യമായ സാമൂഹ്യ സാഹചര്യം ഒരുക്കിയെടുത്ത് എല്ലാ അവസ്ഥകൾക്കും വിശദീകരണം നൽകിക്കൊണ്ട് ഈ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സബ് ജില്ലാ സെക്രട്ടറി D. കിരൺ സ്വാഗതം പറഞ്ഞു. അക്കാദമിക് സബ് കമ്മിറ്റി കൺവീനർ ഗായത്രി J. മുഖ്യപ്രഭാഷണം നടത്തി. വള്ളികുന്നം രാജേന്ദ്രൻ, S. സൗഭാഗ്യകുമാരി എന്നിവർ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജൂലി S. ബിനു സമ്മാന വിതരണം നടത്തി. സമ്മാനാർഹർ അവരുടെ സൃഷ്ടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗോപികൃഷ്ണൻ പ്രോത്സാഹന സമ്മാന വിതരണം നടത്തി. KSTA ജില്ലാ ഭാരവാഹികളായ VS അനിൽകുമാർ, G. കൃഷ്ണകുമാർ, K. ബിനീഷ് കുമാർ, T. മുനീർ മോൻ, സബ് ജില്ലാ ട്രഷറർ K. വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. അക്കാദമിക് സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഡോക്ടർ മിനി പിള്ള നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.